ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. പൊട്ടിയോട്ടം ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. ഞാനിവന്റെ ആശാനായിരുന്നു രക്ഷപ്പെട്ട്, മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ നിന്റെ ഇങ്ങനെ തല്ലണ്ട ആവശ്യമൊന്നുമില്ല. ആന്ന് പോലീസുകാരച്ച ഇവർക്കൊക്കെ എന്ത് തോന്നിയാസം കാണിക്കാന്ന്. എന്താ പോലീസ് കരുതിയ? ഇവിടെ ഈ സംഘർഷം മുഴുവൻ ക്ഷണിച്ചു വരുത്തിയത് KS മാത്രമല്ല, പോലീസ് കൂടിയാണ്. ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല, വിലാക്കണ്ടി ഇതിന്റെ ചായ ക്ലാസ്. SFIക്ക് നേരെ അക്രമം നടത്തിയാല് പോലീസിനെയും KSUനെയും കണ്ടി പിള്ളേർ പോവാന്നാണ് കരുതിയെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പോലീസ് ഏകപക്ഷമായി ലാത്തി ചാർജ് നടത്തിയില്ലേ? ചെക്കനെ അടിച്ച് പുല്ല് പോലെ ആക്കിട്ട് പോയിട്ട് പൊര കത്തിക്കാൻ വേണ്ടത്. അങ്ങനെ ലാത്തി ചാർജ് ഏറ്റാല് അങ്ങനെ പിരിഞ്ഞു പോകുന്നവരാണ് SFIക്കാരെന്ന് കരുതി. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, വനിതകളെ പോലീസ് ആക്രമിക്കാണ്. ലാത്തി ചാർജ് എത്ര പേർക്ക് പരിക്കേറ്റു നോക്ക്. ഇസ്തിരിപ്പെട്ടിയൊക്കെ എടുത്ത് അടിച്ചൂലേ? ആന്ന് സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഇന്ന് കരയേന്, അതിനോട് പിടിച്ചു മാറ്റാൻ പോലും പറ്റിയില്ല. എന്താ ലാത്തി ചാർജ് ഏറ്റാ പോകുന്നതാണ്? അത് ഒരാൾ പോയിട്ടില്ല, പരിക്കുകളോടെ ഞങ്ങളുടെ കുട്ടികളുടെ ഇരിപ്പുണ്ട്, SFIയുടെ കുട്ടികൾ ഇരിപ്പുണ്ട്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും ഇടിയാ. പോലീസ് വല്ലാത്ത VD സതീശൻ ഭക്തിയില് ഞങ്ങളുടെ പിള്ളേരെ നേരെ വരികയാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. വീണ്ടും അവിടെ നിന്ന് കല്ലേറാണ്, ഏകപക്ഷീയമായ കല്ലേറ്. അപ്പോൾ പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോണ്ടേ? അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോകുന്നതിന് പകരം ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാനാ വന്നത്. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ, ഞങ്ങളെല്ലാം ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.